വീട്ടിലൊരു സ്വീറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കേസരി ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് റവ കൊണ്ട് സ്വാദിഷ്ടമായ കേസരി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി അടുപ്പിലൊരു ചീൻചട്ടി വയ്ക്കുക. ആ ചീൻചട്ടിയിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ കുറച്ച് കാഷ്യൂസും മുന്തിരിയും കൂടി വറുത്തെടുക്കുക. അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ 2 സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1 ഗ്ലാസ് റവ, ഞാൻ ഈ ഗ്ലാസ്സാണ് എടുക്കുന്നത്, ഈ ഗ്ലാസ്സിൽ തന്നെയായിരിക്കും എല്ലാ അളവുകളും പറയുന്നത്. ഈ 1 ഗ്ലാസ് റവ അതിലേക്കിട്ട് വറുത്തെടുക്കുക. വല്ലാതെ ബ്രൗൺ നിറമാകുകയൊന്നും വേണ്ട, ജസ്റ്റ് അതിന് മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ആ വറുത്തെടുത്ത റവയെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ചീനച്ചട്ടി കൊണ്ട് ആവശ്യമുണ്ട്. ഒരു പാത്രത്തിൽ 2 ഗ്ലാസ്, നേരത്തെ റവ എടുത്ത ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഒരു 1/4 ഗ്ലാസ് കൂടി എക്സ്ട്രാ ഒഴിച്ച് ആ വെള്ളം നമ്മൾ ഈ ചീനച്ചട്ടിയിൽ തിളപ്പിക്കാൻ പോവുകയാണ്. നല്ല പോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. ആ മഞ്ഞൾപ്പൊടി ഞാൻ അതിലിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. ഫുഡ് കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് കട്ട കെട്ടാതെ കുറേശ്ശെയായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഈ വറുത്തെടുത്ത റവ അതിലേക്ക് കൊട്ടി കൊടുക്കുക. എന്നിട്ട് കട്ട കെട്ടാതെ നല്ല പോലെ ഇളക്കുക. ഇളക്കി അത് കുറുകി വരണം. കുറുകി വന്ന റവയിലേക്ക് നമുക്ക് അല്പം കാർഡമം പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് നല്ല പോലെ ആ റവയിൽ പിടിക്കട്ടെ. അല്പം വെള്ളം തെളിഞ്ഞു വരും, എന്നാലും അത് വറ്റിക്കോളും. നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കുറുകി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലായിരിക്കണം. ഞാനിതിൽ അധികം നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, പാകത്തിന് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ അതിൻ്റെ മണം വരുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരും. അത്ര സ്വാദുമാണ്, അത്ര നല്ല മണവുമാണ്. ഇനി അതിനെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല അമർത്തി പ്രസ് ചെയ്ത് വയ്ക്കുക. അതിനെ ഒരു പ്ലേറ്റിലേക്ക് മെല്ലെ കൊട്ടുക. ഇപ്പോൾ നോക്കൂ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിത്ര ഭംഗിയായിട്ട് സെർവ് ചെയ്യാൻ സാധിക്കും. കാണാൻ തന്നെ നല്ല ഭംഗിയിൽ, കണ്ടാൽ തന്നെ കഴിക്കണമെന്ന് തോന്നും. സ്വാദിഷ്ടമായ കേസരി റെഡിയായി.